ഹായ് ഫ്രണ്ട്സ്, അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചു ഫാമിലി വ്ലോഗുമായിട്ടാണ്. ഫാമിലീൻ്റെ കൂടെയുള്ള കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. നോക്കാം. അപ്പോൾ ഇതാ നേരം വെളുത്തിട്ട് ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ ടൈമാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇത് തലേ ദിവസം അരച്ച് വെച്ച ദോശമാവാണ്. ദോശ വെള്ളപ്പം എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ പൊതുവെ ദോശ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കുക്കർ വീട്ടിലടിച്ച് വെന്തിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ വെക്കും. അപ്പോൾ വറവിടാണ്. കടുകും കറിവേപ്പിലയിട്ട് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് ഇതാ നമ്മളുടെ ചൂട് ക്രിസ്പി ആയിട്ടുള്ള ദോശയും കറിയും ചായയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു ഫാമിലി വ്ലോഗാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. 24, 25 ആണെന്ന് പറയുന്നത്. അപ്പോഴേക്കും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വിചാരിച്ച്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. പൊതുവേ സ്ത്രീകൾ മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടായപ്പോൾ ഒന്ന് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാമല്ലോ എന്നുള്ളൊരു ഐഡിയ വന്ന് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോഴത്തേന് കൊറോണ എന്ന് പറഞ്ഞ ദുരന്തത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. നോമ്പൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ മാറാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അനിയനും ഉപ്പയും എല്ലാവരും ഇവിടെ കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ കർട്ടനൊക്കെ എടുത്ത് മാറ്റുകയാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ പൊടിയാണ്, പുറത്തൊക്കെ നല്ല പൊടിയാണ്. അപ്പോൾ നല്ല പൊടി കർട്ടനിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നലക്കിടാൻ വിചാരിച്ചു. ഇപ്പോൾ റൂമത്തെയും ഹോളത്തെയും എല്ലായിടത്തും ഉള്ള കർട്ടനൊക്കെ ഞങ്ങൾ മാറ്റിയെടുക്കുകയാണ്. കർട്ടനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളുടെ ജനലിലൊക്കെ അധികം പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അത് നല്ല ത്രില്ലായിട്ടോ, നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ ഞങ്ങൾക്ക്. കാരണം എല്ലാവരും കൂടെ ആയപ്പോൾ തമാശയും കാര്യങ്ങളും പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും അതൊക്കെ കൂടി നല്ലൊരു മൊമെൻറ്റ്സാണ് ശരിക്കും ഞങ്ങൾക്ക് ഈ ക്ലീനിങ് ഒക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായപ്പോൾ നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഡൈനിങ് ഹോളൊക്കെ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് മാറാലൊക്കെ തട്ടി ഇടുകയാണ്. പാത്രങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ പഴയ ടി വി. ഞങ്ങൾ പഴയ വീടായപ്പോഴുള്ള ടി വിയാണ്. ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് മാറ്റിയിട്ടില്ല. പുതിയ വീട് വെച്ചപ്പോഴും ഇത് മാറ്റിയിട്ടില്ല. ടി വി സ്റ്റാൻഡും ടി വിയും ഞങ്ങളിപ്പോഴും അതുതന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഗ്ലാസ് തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാപ്ടോപ്പിൻ്റെയും ഫോണിൻ്റെയൊക്കെ സ്ക്രീൻ തുടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ജെല്ലാണ്. അതാണ് യൂസ് ചെയ്ത്. നല്ല തെളിവ് കിട്ടിയിട്ടോ, നല്ല വൃത്തിയായി അത് യൂസ് ചെയ്തപ്പോൾ. നല്ല തെളിവ് കിട്ടി. ഒരു ചെറിയൊരു അക്വേറിയം നമ്മളെ ടി വി സ്റ്റാൻഡിൻ്റെ മേലെ വെച്ചതാണ്. ഇത് ചെറിയ അനിയൻ്റെ ഓരോ കലാപരിപാടികളാണ്. 2 മീനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചത്തുപോയി, ഒന്നും കൂടെ വാങ്ങണം. പിന്നെ ഇതാ നമ്മൾ മാറാലൊക്കെ തട്ടുന്ന പരിപാടിയിലാണ്. റൂമിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മാറാല തട്ടുക. അതേപോലെ ഫാനുകളുണ്ട് റൂമിലൊക്കെ, പൊടി പിടിച്ചെടുക്കണം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ മാത്രമല്ല സോഫയിലൊക്കെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എൻ്റെ മോള് നൂനും അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവളെല്ലാത്തിനും കൂടുണ്ട്. ഞങ്ങൾ അപ്സ്റ്റെയറിൽ വെറുതെ കിടന്നിരുന്ന ഒരു അലമാരയാണ്, ഞങ്ങൾ പഴയ അലമാര. അതിൻ്റെ ഡോറ് കംപ്ലൈൻ്റ് ആയപ്പോൾ അവിടെ മേലെ കൊണ്ടുപോയിട്ടതായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചത് നമ്മളെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്നിട്ട് അമ്മക്ക് കിച്ചണിലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഞാനത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെറിയ അനിയന് അവൻ്റെ പഴയ ബുക്സും പിന്നെ അവൻ്റെ ഒരുപാട്
ആക്സസറീസൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് അതിൽ ഇട്ട് അവൻ തന്നെ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ തന്നെ പേന ഇടാനും ഇതൊക്കെ ആയിട്ട് ചെറിയ നമ്മളെ പേപ്പർ കൊണ്ട് എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ത്രില്ലാണ്. അവന് അതൊക്കെ നന്നായിട്ട് ചെയ്യും. പേപ്പർ കൊണ്ട് ഉണ്ടാക്കുക, അതായത് നല്ല ചിത്രം വര, ഇതൊക്കെ അവന് നല്ല ഇഷ്ടമാണ്. അവൻ നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് ഉമ്മ നല്ലൊരു അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫും പൂളയും, അതായത് കപ്പയും വെച്ചിട്ടൊരു കൂട്ടാനാണ് പൂളക്കൂട്ടാൻ, അല്ലെങ്കിൽ കപ്പ കൊണ്ട് ഉണ്ടാക്കിയ കൂട്ടാൻ. അപ്പോൾ ഇത് നമ്മളെ കൂട്ടാൻ നല്ല വെന്തിട്ടുണ്ട്, നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായി, നല്ല ടേസ്റ്റുള്ള കൂട്ടാനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നോമ്പ് ക്ലീനിങ് ഏകദേശമൊക്കെ ആയി. വീടൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റി എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.